ഹലോ, ഞാൻ ഡോക്ടർ സിമി. വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ മലയാളം വ്ലോഗാണ്. ഞാനൊരു മലയാളിയാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ എൻ്റെ ക്യാമ്പസിനെ കുറിച്ചാണ്. ഞാനൊരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് താമസിക്കുന്നത്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ ഞാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ വീഡിയോ വിൻ്റർ സീസണിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇവിടുത്തെ മഴക്കാലത്താണ്, അതായത് മൺസൂൺ സീസണിലാണ്. ഇവിടെ ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ്. രാവിലെ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാം 9-10 ഡിഗ്രി ഒക്കെ ആയിരിക്കും. രാത്രി അതിലും കുറയും. അതുകൊണ്ട് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കാൻ പോകുമ്പോൾ വെയിൽ കൊള്ളുന്നത് നല്ല സുഖമാണ്. ഏതൊരു മലയാളിയും പൊതുവെ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു മരുഭൂമിയല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. ഞാൻ താമസിക്കുന്ന ഉദയ്പൂർ രാജസ്ഥാനിലെ ഏറ്റവും പച്ചപ്പും ഹരിതാഭയുമുള്ള സ്ഥലമാണ്. അതിന് കാരണം അരാവലി ഹിൽസ് അല്ലെങ്കിൽ അരാവലി മലനിരകളാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ തടാകങ്ങളുണ്ട്. സിറ്റി ഓഫ് ലേക്സ് എന്നാണല്ലോ ഉദയ്പൂരിൻ്റെ മറ്റൊരു വിളിപ്പേര് തന്നെ. കേരളത്തിൽ മഴ തുടങ്ങുന്നത് ജൂണിലാണല്ലോ. ആ മഴ ഇവിടെ രാജസ്ഥാനിൽ എത്തുമ്പോഴേക്കും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ, ചൂടിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ മഴയാണ് കൂടുന്നത്. അങ്ങനെ ഒരു സെപ്റ്റംബർ ഒക്കെ ഒരു ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടെ നല്ല പച്ചപ്പാവും. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യം ഞാൻ നടന്ന അതേ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ മോള് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. മഴ തുടങ്ങിയാൽ ഉദയ്പൂരിൻ്റെ ഏതൊരു ഭാഗവും ഇങ്ങനെ പ്രകൃതി രമണീയമായിരിക്കും. എങ്ങും പുല്ലും പച്ചപ്പും പൂക്കളും തന്നെ. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വളരുന്ന ഏതൊരു ചെടിയും മരങ്ങളും ഇവിടെ ഉണ്ട്. മഞ്ഞ കോളാമ്പി പൂക്കളും ബൊഗെയിൻവില്ലയും, എന്തിന് മുരിങ്ങയും വേപ്പും കറിവേപ്പും വരെ ഇവിടെ തഴച്ചു വളരുന്നത് ഈ മഴക്കാലത്താണ് കേട്ടോ. ഉദയ്പൂർ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ഇവിടുത്തെ പുരാതനമായ സിറ്റി പാലസ് പോലെയുള്ള കൊട്ടാരങ്ങളും പിച്ചോല, ഫത്തേസാഗർ പോലെ ഉള്ള തടാകങ്ങളും എല്ലാമാണ് പൊതുവെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ വിസിറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉദയ്പൂരിൻ്റെ ഫോട്ടോകളിലെല്ലാം നിങ്ങൾ പ്രകൃതി രമണീയമായ കേരളത്തെ പോലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ കാണുന്നത് വളരെ കുറവായിരിക്കും. കാരണം മഴക്കാലം ഒരു ടൂറിസ്റ്റ് സീസൺ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഉദയ്പൂർ ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്നത് തന്നെ നവംബർ, ഡിസംബർ, ജാനുവരി തൊട്ട് ഫെബ്രുവരി വരെയാണ്. ആ സമയത്തെല്ലാം ഈ പച്ചപ്പെല്ലാം മാറി കുറച്ച് ചെടികളെല്ലാം ഉണങ്ങി തുടങ്ങും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജസ്ഥാനിൻ്റെ തനതായ ചെടികളും അതുപോലെ കാക്ടസുകളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. അതൊക്കെ കുറച്ച് വേനലിലാണ് കൂടുതലും കാണുന്നത്. കാരണം ബാക്കിയുള്ള ചെടികളെല്ലാം ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാക്ടസ് ചെടികളെല്ലാം കൂടുതൽ ക്ലിയറായി കാണുക. നമ്മളുടെ നാട്ടിലുള്ള മഞ്ഞ കോളാമ്പി പൂക്കളാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഈ ഉദയ്പൂർ സിറ്റി തന്നെ അരാവലി മലനിരകളുടെ ഇടയിൽ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചെറിയ മല, ഇതെല്ലാം അരാവലി ഹിൽസിൻ്റെ ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ എങ്ങ് നോക്കിയാലും നമ്മളൊരു അരാവലി ഹിൽസിൻ്റെ ഒരു മലകൾ അല്ലെങ്കിൽ കുന്ന് നമ്മൾ കാണും. അതാണ് ഉദയ്പൂരിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ക്ലൈംബർ ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നാട്ടിലാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഇതെല്ലാം രാജസ്ഥാനിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന പൂക്കളെല്ലാം ഇവിടുത്തെ തനതായ കുറച്ച് വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ കണ്ടുവരാറുള്ള ജക്കരാണ്ട പൂക്കളുണ്ടല്ലോ, നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളാണ്. ഹിൽ സ്റ്റേഷനിലൊക്കെ അതിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആ പൂക്കളാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ക്യാമ്പസിലുള്ള മരത്തിൻ്റെ പൂക്കളാണ് താഴെ വീണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ ജക്കരാണ്ട പൂക്കളും അതിൻ്റെ മരവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.